പ്രിയപ്പെട്ടവരെ നമസ്കാരം. പുതിയ ഒരു പാട്ട് നമുക്ക് അല്പം ചർച്ച ചെയ്യാം. മറ്റാരുടെയും പാട്ടല്ല, വേടൻ്റെ തന്നെ പാട്ടാണ്. അദ്ദേഹത്തിൻ്റെ പുതിയൊരു മലയാളം ഫിലിം സോങ്. ഫിലിം എന്ന് വെച്ചാൽ നെല്ലിക്കാമ്പൊയിൽ നൈറ്റ് റൈഡേഴ്സ് എന്ന് പറയുന്ന ഫിലിം, മാത്യു തോമസ് നായകനായിട്ടുള്ള ഫിലിം. അത് ഈ ഒക്ടോബർ 10-ാം തീയതി തിയേറ്ററിൽ റിലീസാവുകയാണ്. അതിനു മുന്നേ പാട്ടുകൾ റിലീസായിട്ടുണ്ട്. അപ്പോൾ ആ പാട്ടിൽ ഒരു പാട്ടാണ് ഭൂതഗണം എന്ന് പറയുന്ന പാട്ട്. ആ പാട്ട് പാടിയിരിക്കുന്നത് മെയിൻ സിംഗറായിട്ട് വേടൻ തന്നെയാണ്. അദ്ദേഹം ആ വീഡിയോയിലുണ്ട്. അതുപോലെ തന്നെ പ്ലേബാക്ക് സിംഗേഴ്സിൽ മറ്റ് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഫീമെയിൽ വോയിസ് കാർത്തിക എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ ആ പാട്ട് ആ സിനിമയുടെ ഒരു തീമുമായിട്ട് വളരെയധികം ബന്ധമുള്ള ഒരു സോങ് ആണ്. അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസും അതുപോലെ തന്നെ വളരെ വ്യത്യസ്തമാണെന്ന് പറയാം. മോഡേൺ ഇൻസ്ട്രുമെൻസിനോടൊപ്പം തന്നെ ചെണ്ട, ഉടുക്ക്, ഇലത്താളം തുടങ്ങിയ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസും അതിനകത്തുണ്ട്. കേൾക്കാൻ തന്നെ ഒരു വെറൈറ്റി ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ചടുലതയാർന്ന രീതിയിലുള്ള ഒരു പാട്ട്, വേടൻ്റെ ഒരു സ്വതവേ ഉള്ള ഒരു തനത് ശൈലിയിൽ തന്നെയുള്ള ഒരു പാട്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് ആ പാട്ടൊന്ന് കേട്ട് നോക്കാം. കേട്ട് നോക്കിയിട്ട് നമുക്കതിലേക്ക് പോകാം. ഓക്കെ. ഭയപ്പെടുന്ന ചില സീനുകളൊക്കെ. ഭൂതഗണം എന്ന് തന്നെയാണല്ലോ പാട്ട്. അപ്പം അത് തന്നെയാണ്. ഒരു വീട്ടിലേക്ക് ആ വീട്ടിൽ ആയുധങ്ങൾ ഒരാളുണ്ട്, ആയുധങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളുണ്ട്. വേറെ ചങ്ങല, അനീതിക്കെതിരായിട്ട് പോടാനായിട്ട് ആയുധങ്ങൾ, വേഷമല്ല. ആയുധങ്ങൾ ജാതി മിനിക്കുകയാണ്, അധർമ്മത്തിനെതിരായി പോരാടാൻ. കൊടുക്കുകയാണ് പോരാടുന്നതിനായിട്ട്. ആയുധം കൊടുത്തിട്ട് അതിലൊരു മടങ്ങുകയാണ്. അതിലെന്ത് ഭയക്കുന്ന ഭൂതഗണങ്ങൾ. സൂപ്പർ. വരികളെന്ന് പറയുന്നത് ഭയങ്കര തീക്ഷ്ണമാണ്. ഭൂതഗണങ്ങൾ ഒരുപക്ഷെ സമൂഹത്തിൽ നിൽക്കുന്ന പിന്നെ ഈ അനീതിയും അക്രമവും ഒക്കെ ആയിരിക്കാം. സിനിമ നമ്മൾ കണ്ടില്ല, സിനിമയിലെ തീം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇതിനകത്ത് പറയുന്നത് ഒരു ത്രില്ലർ ഫിലിമാണെന്നാണ് പറയുന്നത്. ഒരു ഗ്രാമത്തിൽ നടക്കുന്ന രാത്രികാലങ്ങളിൽ നടക്കുന്ന പ്രേതബാധ അല്ലെങ്കിൽ ആ ഒരു ഇതിനെ മറവാക്കിക്കൊണ്ട് നടക്കുന്ന ചില കാര്യങ്ങൾക്കെതിരെ പോരാടുന്ന ഒരു നായകൻ്റെ കഥയെന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് കുറച്ച് വരികളുണ്ട്. ആ വരികൾ നമുക്ക് വേടൻ എഴുതിയത് കൊണ്ട് തന്നെ അതിൻ്റെ വരികളെക്കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ വരികളിൽ നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ ഇതിനകത്ത് പറയുന്നത്, ഭൂതഗണം ഭൂമി ഗുണം, ഭൂമി ഉരുകുമ്പോൾ ചോരമയം, നീതിമയം ആഴക്കയം, നീതി ഒഴിയുന്ന സേതി വരും എന്നാണ്. അതിൽ തമിഴ് വാക്കുകളുടെയൊക്കെ ഒരു പ്രസരം കാണാം. വളരെ മ്യൂസിക്കിൻ്റെ ഒരു അതിപ്രഭാവം ഒന്നും ഇല്ലെങ്കിലും വേടൻ്റെ തനതായ ശൈലിയിൽ ഒരു പാട്ട് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു. ഈ സിനിമയുടെ ഒരു
തീമുമായിട്ട് വളരെയധികം ബന്ധമുള്ള ഒരു സോങ് എന്ന നിലയ്ക്ക് അതിനോട് വളരെയധികം നീതി പുലർത്തി അത് അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് പറയാം. അതിനകത്ത് പിക്ചറൈസേഷൻ വളരെ ഗംഭീരമായിട്ടുണ്ട്. അതിനകത്ത് കാണിച്ചിരിക്കുന്ന ചില പേടിപ്പെടുത്തുന്ന രൂപങ്ങൾ അത് മറ്റ് ചില സിനിമകളിൽ പറയുന്ന പോലെ ചാത്തൻ, മാടൻ, മറുത എന്നൊക്കെ പറയുന്ന പോലെ പ്രേതഭൂത പിശാചുക്കളുടെ രൂപത്തിലുള്ളതും അങ്ങനെയുള്ള കുറേ പേടിപ്പെടുത്തുന്ന രൂപം. എനിക്ക് തോന്നുന്നു സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അല്ലെങ്കിൽ മനുഷ്യൻ്റെ മനസ്സിലെ കപടതകളും എല്ലാം ഒരു സിംബലൈസേഷൻ ആയിരിക്കാം ഒരുപക്ഷെ ആ പാട്ടിൽ കൊണ്ടുവന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ആ പാട്ടിൻ്റെ പിക്ചറൈസേഷനിൽ വന്നിരിക്കുന്നതെന്ന് വേണം കരുതുവാനായിട്ട്. അപ്പോൾ അതിനകത്ത് ഈ നായകനായിട്ടുള്ള അയാൾ ഈ ഭയന്ന്, അതായത് തനിക്ക് പിന്നാലെ കൂടിയിരിക്കുന്ന ഈ ഇത്തരത്തിലുള്ള ഈ വിശ്വാസങ്ങളെ അല്ലെങ്കിൽ ഈ രൂപങ്ങളെ ഭയന്ന് മുന്നോട്ട് കുതിക്കുകയാണ് ആ രാവിലൂടെ. അപ്പോൾ ദൂരെ ഒരു മാടം കാണുന്നു. ആ മാടത്തിനകത്ത് വെളിച്ചവും കാണുന്നുണ്ട്. ആ വെളിച്ചം ലക്ഷ്യമാക്കി പോകുന്നു. ആ വെളിച്ചത്തിലെത്തുമ്പോൾ അവിടെ ദൈവിക തുല്യനായിട്ടുള്ള ഒരാൾ നിന്ന് ഒരു ആയുധം, ഒരു വളരെ വലിയ ഒരു വാള് റെഡിയാക്കുകയാണ്. ആ വാളെന്ന് പറയുന്നത് ഈ അനീതിക്കെതിരെ പോരാടുവാനും ഈ പിന്നെ അധാർമികതയുടെയും അനീതിയുടെയും പര്യവേഷങ്ങളായിട്ടുള്ള എക്സാമ്പിളായിട്ടുള്ള ഈ രൂപങ്ങൾക്കെതിരെ പോരാടുന്നതിന് വേണ്ടിയിട്ടുള്ള ആയുധം തയ്യാറാക്കുന്ന ദൈവിക തുല്യനായ ഒരു വ്യക്തി. അത് ആ ആയുധങ്ങൾ റെഡിയാക്കിയതിന് ശേഷം അത് ഈ നായകൻ്റെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അതിന് വേടനായിട്ട് തന്നെ അതിനെ ഡ്രമാറ്റിക്കായിട്ട് അത് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്ത് പാട്ടുകാരൻ്റെ ഒരു കോസ്റ്റ്യൂം എന്നൊക്കെ പറയുന്നത് കുട്ടികളുടെ മറ്റേ ഫിലിമിലൊക്കെ കാണുന്ന രീതിയിലുള്ള എന്തൊക്കെയോ ചേർന്നിട്ടില്ല. കാലിൽ ചങ്ങലയുണ്ട്, മുഖത്താണെങ്കിൽ ഒരു ചട്ട ബന്ധിച്ചിരിക്കുന്നുണ്ട്, ഒരു കൊമ്പ് പോലെ എന്തൊക്കെയോ ഒരു രൂപമുണ്ട്. അപ്പോൾ ആ രൂപമാണ് ഈ പാട്ട് പാടുന്നത്. പോത്തിനറിയില്ലല്ലോ അത് എന്താണ് നശിപ്പിക്കാൻ പോകുന്നത്, പൂച്ചയുടെ നോട്ടം ഒരിക്കലും പിഴക്കില്ല, എന്തൊക്കെയോ ഒരു സിംബോളൈസേഷൻ്റെ ഒരു വരികളാണ് അതിനകത്ത് പറയുന്നത്. ഇന്നലെ വരെ നീ ഭീരുവായിരുന്നെങ്കിൽ ഇന്ന് മുതൽ നീ പേടിക്കേണ്ടതില്ല, നിൻ്റെ രാവുകൾ ഇനി മുതൽ വെളിച്ചമായിരിക്കും എന്നൊക്കെ ഒരു പ്രതീക്ഷയുടെ സോങ്ങും. മറ്റൊന്നും പറയാനില്ല, സ്നേഹം മാത്രം.